ഈ സംക്രാന്തിയുടെ അന്ന് ചിക്കനൊക്കെ വെച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് എന്തോ അന്ന് കഴിച്ചിട്ടൊന്നും മതിയായില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അത് മേടിക്കുന്നത് കേട്ടോ. 2 ദിവസമല്ല, 1 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ മേടിക്കുന്നത് ചിക്കനൊക്കെ. പിന്നെ ഞാൻ കടയിൽ നിന്ന് കുറച്ച് മാവും മേടിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഷോപ്പിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മേടിച്ചതാണ് കേട്ടോ. ഞാനപ്പോൾ അന്ന് മണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണാർക്കാട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുക്കർ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, കുറച്ച് ചിക്കനും അതേപോലെ തന്നെ ഒരു പാക്കറ്റ് മാവൊക്കെ മേടിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് അന്ന് വെച്ചിട്ട് കഴിച്ചിട്ട് മതിയാവാണ്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്ന് നുറുക്കി കട്ട് ചെയ്തിട്ട് തന്നെ അവിടെ നിന്ന് കിട്ടിയത്. പക്ഷേ എങ്കിൽ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഒന്നും കൂടിയും ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ അത് വേഗം വെച്ചെടുത്തിട്ട് വേണം നമുക്കിനി ദോശയൊക്കെ ചുടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ദോശയ്ക്കുള്ള മാവ് ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മസാലകളൊക്കെ ഞാൻ കഴുകിയിട്ട് പെട്ടെന്ന് റെഡിയാക്കിയിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കിടക്കണം, രാവിലെ നേരത്തെ എണീച്ചാണ് കേട്ടോ. കുഞ്ഞാറ്റ പിന്നെന്താണെന്നറിയോ, നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെയും കൂടി പുറകെ എണീപ്പിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പണിയൊന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. നീക്കി എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യാത്ര ചെയ്തിട്ടും ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു, ക്ഷീണമായിട്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയുന്ന, വേഗം കിടക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരുക്കിയെടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞു പോവുമായിരുന്നു കേട്ടോ. എനിക്ക് ക്ഷീണം കാരണേ യാത്ര ചെയ്തിട്ടും പിന്നെ ഉറക്കം ശരിയാവാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ മാവ് ഇതാ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഇടണം, ഗ്യാസിൽ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഗ്യാസാണെങ്കിൽ കഴിയാനായി. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ അങ്ങനെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അടുപ്പും കേടുവന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. കറണ്ട് അടുപ്പ് കേടുവന്നു, അത് നേരാക്കാൻ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഗ്യാസും തീർന്നാൽ പണി പാളും കേട്ടോ. എന്താ വെച്ചാൽ വിറകും കമ്മി, മഴയും പെയ്യുക, മൊത്തത്തിൽ നമുക്ക് നല്ല കോളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ ഇങ്ങനെ ഗ്യാസിൽ തന്നെ വെക്കണോ അതോ ഇനി ചിക്കൻ വന്നിട്ട് ഈ അടുപ്പിൽ വെച്ചാൽ മതിയോ എന്നുള്ളൊരു ഇതൊക്കെ തീരുമാനത്തിൽ എത്തി. ലാസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞു ഗ്യാസിൽ തന്നെ വെക്കാലേ പറഞ്ഞു. കാരണം പെട്ടെന്നായി കിട്ടുമല്ലോ. ഇതാകുമ്പോൾ വിറകും കത്തി വരാനൊക്കെ നല്ല സമയം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഗ്യാസിൽ തന്നെ എന്നെ തോനെയൊന്നും ചുട്ടെടുക്കുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് രാവിലേക്ക് പകുതി മാവ് എടുത്ത് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് മാവാണ് എടുത്തിട്ട് ഫുള്ള് ഞാൻ പാത്രത്തേക്ക് മാറ്റി. പിന്നെ കുറച്ച് മാവ് എടുത്തിട്ട് ഞങ്ങൾ 3 പേരും അല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്ക് ഒരു 2, 3, 4 എണ്ണം ചൂടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്കിനി കുഞ്ഞാറ്റേനെ കുളിപ്പിക്കണം. എനിക്ക് കുഞ്ഞാവേയും കുഞ്ഞാറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വോയിസ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് മാറിപ്പോകും കേട്ടോ. കുഞ്ഞാറ്റയാന്നായിരിക്കും പറയാൻ പോകുന്നത്, പക്ഷെ കുഞ്ഞാവയായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മേല് കുളിക്കണം. അപ്പോൾ ഇനി അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പരിപാടി അറിയണത്. ഇന്നത്തെ വീഡിയോസ് പറയുന്നത് കുഞ്ഞ് വീഡിയോസ് ആട്ടെ. ഞാൻ കുറച്ച്, അതായത് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്കിത് വീഡിയോസൊക്കെ ഇതൊക്കെ എടുത്തു കേട്ടോ. ചിക്കൻ ആവുന്നത് വരെയൊക്കെ എടുത്തു കേട്ടോ. ബാക്കി ഞാൻ മേലൊക്കെ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്കെന്ത് ചെയ്തെന്നറിയോ, വീഡിയോ എടുക്കേണ്ട കാര്യമൊന്നും ഓർമ്മയില്ല, വിശന്നിട്ടേ. അപ്പോൾ എന്ത് ചെയ്തു, ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിച്ചില്ല, ദോശയും ഇതും കൂടി കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിശപ്പ്. വീഡിയോ എടുക്കണമെന്നില്ല, ഒന്നും അങ്ങനെ ഇല്ലയെന്നല്ല, അതിൻ്റെ കാര്യമൊക്കെയാണ് പറ്റ മറന്നു പോയിരിക്കുകയാണ് കേട്ടോ. അതിൽ ഞാനും കുട്ടി എന്ത് ചെയ്തു എന്നറിയോ, അമ്മയും കൂടി വേഗം കഴിച്ചിട്ട് വേഗം കിടന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ക്ഷീണം, കണ്ണടഞ്ഞ് പോവുമായിരുന്നു എന്നൊക്കെ. അപ്പം ഞാനതെല്ലാം കൂടി റെഡിയാക്കിയിട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ, അതായത് കുറച്ച്, അതായത് നമ്മൾ ആ സമയത്ത് എന്താ പറയുക, ഇപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഉൾപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ദോശ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത്. നോക്കുമ്പോൾ അത് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റത്തേത് നോക്കിയപ്പോൾ. ഞാൻ പിന്നെ വേഗം ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ ചിക്കൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടോ. ചിക്കനിൽ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, ദോശയ്ക്ക് ആകുമ്പോൾ കറിക്ക് കുറച്ച് വെള്ളം വേണമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രേവി ഇല്ലാണ്ട് കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചു കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.